friends, welcome to my channel. I am Chipita. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആയ ടാലി പ്രൈം എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കറിയാം ടാലി ERP9 സോഫ്റ്റ്വെയറിന്റെ പുതിയ അപ്ഡേറ്റ് വേർഷൻ ആണ് ടാലി പ്രൈം. ഇന്ന് എല്ലാവരും ടാലി പ്രൈം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലാപ്ടോപ്പിൽ ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സിസ്റ്റം 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ടാലി പ്രൈം സോഫ്റ്റ്വെയർ 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒരു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിസ്ക് PC എന്ന ഓപ്ഷനിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അതിൽ പ്രോപ്പർട്ടീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിലൂടെ കാണാം സിസ്റ്റം ടൈപ്പ് 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ചില കമ്പ്യൂട്ടറുകളിലും ചില ലാപ്ടോപ്പുകളിലൊക്കെ 32 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരം ഒരു ലാപ്ടോപ്പിൽ നമുക്ക് ടാലി പ്രൈം ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇത് ആദ്യം തന്നെ ചെക്ക് ചെയ്തതിനു ശേഷം വേണം നമുക്ക് ഇതിൽ ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പൊ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്കിവിടെ ഗൂഗിൾ ക്രോം എടുക്കുക. അതിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ടാലി സൊല്യൂഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടാലി സൊല്യൂഷൻസ് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഇതിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിവിടെ വന്നിട്ടുണ്ട്. നമുക്കത് സെലക്ട് ചെയ്തിട്ട് അപ്പൊ ഇതിൽ ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ ടാലി സൊല്യൂഷൻസ് ബിസിനസ് സോഫ്റ്റ്വെയർ ഫോർ SMBS ഇൻ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. ക്ലിക്ക് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക. വൈ സെറ്റിൽ ഫോർ ഗുഡ് വെൻ യു ക്യാൻ ഗെറ്റ് ദ ബെസ്റ്റ്. അത് ടാലി പ്രൈം ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്ക് ഇതിന് ഏറ്റവും മുകളിൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ കാണാം ടാലി പ്രൈം അതിന്റെ സീരീസ് ആണ് 2.0.1. അതിൽ ഡൗൺലോഡ് ആണ് കൊടുക്കേണ്ടത്. ഇനി ടാലി ERP9 നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും താഴേക്ക് വരിക. അതിലൂടെ കാണാം ഡു യു വാണ്ട് ടു ഡൗൺലോഡ് പ്രീവിയസ് വേർഷൻ എന്നുള്ളത് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ടാലി പ്രൈമിലാണ് കിടക്കുന്നത്. നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം അതിൽ ടാലി ERP9 ഉണ്ടായിരിക്കും. ടാലി ERP9. അപ്പൊ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുകയാണെങ്കിൽ ടാലി ERP9 ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈം ആണ്. അപ്പൊ ടാലി പ്രൈം നമുക്ക് ഇതിൽ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം ആ ഒരു ഫയൽ അവിടെ ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമുക്ക് ഇതിൽ ഞാൻ ഓൾറെഡി ഈ സിസ്റ്റത്തിൽ ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷം ഡിസ്ക് PCയിൽ ഡൗൺലോഡ്സ് നോക്കിയാൽ മതി. അപ്പൊ ഇതിൽ ആ ഫയൽ ഉണ്ടായിരിക്കും. ഇതാണ് ആ ഫയൽ സെറ്റപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫയൽ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ ടാലി പ്രൈം കാണാം, ടാലി ERP9 കാണാം. നമുക്കിവിടെ ഇൻസ്റ്റാൾ ന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റാൾ ന്യൂ എന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷനിൽ ആപ്ലിക്കേഷന്റെ പേര് ടാലി പ്രൈം എന്ന് കാണിക്കുന്നുണ്ട്. അതിന്റെ റിലീസ് കാണിക്കുന്നുണ്ട്. അപ്ലിക്കേഷൻ പാത്ത് കാണിക്കുന്നുണ്ട്. അതിൽ ഇൻസ്റ്റാൾ കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഓൾറെഡി എൻ്റെ ലാപ്പിൽ ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ കണ്ടു ടാലി പ്രൈം ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്കിതിൽ ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ ആണ് ആദ്യമായിട്ട് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ് ഉണ്ട്, യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക്, റീആക്ടിവേറ്റ് എക്സിസ്റ്റിംഗ് ലൈസൻസ്, ആക്ടിവേറ്റ് ന്യൂ ലൈസൻസ്. നമുക്ക് ടാലി പ്രൈം ടാലി ERP9 പോലെ തന്നെ എഡ്യൂക്കേഷൻ മോഡിൽ ഓപ്പൺ ചെയ്യാം. കാരണം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ മോഡിലാണ് ഓപ്പൺ ചെയ്യാറ്. അപ്പൊ അതിൽ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡ് സെലക്ട് ചെയ്യാം.
ഇങ്ങനെയാണ് ആദ്യം ഓപ്പൺ ആയിട്ട് വരിക. അതിൽ കമ്പനീസ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെലക്ട് റിമോട്ട് കമ്പനി, സ്പെസിഫൈ പാത്ത്, സെലക്ട് ഫ്രം ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ ആണ്. പിന്നെ ഇവിടെ പാത്താണ് ഈ കാണിക്കുന്നത്. നമ്മൾ കമ്പനി ക്രിയേഷന്റെ പാത്താണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ടാലി പ്രൈമിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും ബാക്കി ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് അടുത്തതായിട്ട് ഓരോ വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ടാലി പ്രൈം നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.